കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയത്തിൽ മാനേജ്മെന്റിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതരമായ കൃത്യവിലോപമാണ് ഉണ്ടായത്. അസ്വസ്ഥതയുണ്ടാക്കുന്ന ഏത് വിഷയത്തിലും സർക്കാർ ഇടപെടുമെന്നും സ്കൂളിന് മന്ത്രിയുടെ മറുപടി. പിതാവ് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും മന്ത്രി ഇത്തരം നിലപാടെടുത്തത് എന്തിനാണെന്ന് അറിയില്ല എന്നായിരുന്നു ഇന്നലെ സ്കൂൾ അഡ്വക്കേറ്റ് വിമല വിനു പ്രതികരിച്ചത്. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിച്ചെത്തിയതിനു പുറകെ നടന്ന വിവാദങ്ങളിൽ സ്കൂളിനെതിരെ നിലപാട് കടുപ്പിച്ചുള്ള മറുപടിയാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ച സംഭവിച്ചു. എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു അനുഭവം ഒരു കുട്ടിക്കും ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല. സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തും. വിദ്യാർത്ഥിനിയുടെ പിതാവ് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും മന്ത്രി വീണ്ടും ഇത് പ്രശ്നമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അഡ്വക്കേറ്റ് വിമല ബിനു ഇന്നലെ പ്രതികരിച്ചിരുന്നത്. ഈ കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ മാനേജ്മെന്റ് നിഷ്കർഷിക്കുന്ന സ്കൂൾ യൂണിഫോം പാലിച്ചുകൊണ്ട് സ്കൂളിൽ ഹാജരാവാൻ കുട്ടി നാളെ മുതൽ ഹാജരാവാൻ തയ്യാറാണെന്നും അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നെന്നുള്ളത് അത്യന്തം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ഇതോടെയാണ് ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്നും ഹിജാബ് ധരിച്ച് തുടർ പഠനം നടത്താൻ കുട്ടിയെ അനുവദിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി കർശനമായി ആവശ്യപ്പെട്ടത്. ഇന്ന് 11 മണിക്ക് മുൻപ് സ്കൂൾ മാനേജരും പ്രിൻസിപ്പളും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.